ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തോമസ് സാറ് നമ്മളോട് പറയുന്നത് ഡെത്ത് ക്ലെയിമിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് തോമസ് സാർ നമ്മളോട് പറഞ്ഞു തരും. സാറ് ഫിനാൻഷ്യൽ വിഷയങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഏകദേശം 30-ലധികം ക്ലാസ്സുകൾ നമുക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ തലത്തിൽ മാത്രമല്ല, ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലും സാറ് ക്ലാസ്സുകൾ എടുക്കുന്നു. സാറിനെ വളരെ സ്നേഹത്തോടെ അതിലൂടെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽക്കം സാർ. ഓക്കെ സാറേ, വളരെ സ്നേഹത്തോടെ സാറിന്റെ ക്ഷണം സ്വീകരിക്കുകയും ഇതിന് അവസരം തന്നതിന് സാറിനോട് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ടും ഇതുപോലെ നമുക്കൊരു കൂട്ടായ്മ ഒരുക്കി തന്നതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടും നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കിടക്കാം. അതോടൊപ്പം ഈ സായാഹ്നത്തിൽ ഒത്തുകൂടിക്കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി ഒത്തുകൂടി വരുന്ന എല്ലാവർക്കും നമ്മുടെ സ്നേഹവും നന്ദിയും സ്വാഗതവും ഞാൻ ആശംസിക്കുകയാണ്. ഇനി അധികം സംസാരിക്കാൻ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. ഞാൻ ഇത് ഒരു ബാങ്കിങ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. മെയിനായിട്ട് നിക്ഷേപം ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലോക്കറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മൾ ബാങ്കിൽ കൊണ്ട് നിക്ഷേപം ഇടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു ലോക്കർ എടുത്ത് ലോക്കറിൽ നിക്ഷേപിക്കുന്നു. ഇതൊന്നുമല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയി ഒരു ഗോൾഡ് ലോൺ എടുക്കും, അപ്പൊ നമ്മുടെ സ്വർണ്ണം അവിടെ കൊണ്ട് വെച്ചിട്ടു. ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഇത് വെച്ചയാള് മരിച്ചു പോകും. അവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ നിക്ഷേപം നമുക്ക് കിട്ടുകയല്ലേ? മരിച്ചുപോയാൽ കിട്ടില്ല, അതിന് അർഹതപ്പെട്ടവർക്ക് കിട്ടുകയല്ലേ? നിങ്ങൾക്കുള്ള അറിവിനെ പറ്റി, നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവുന്ന കാര്യം ഒന്ന് പറയുന്നത് നന്നായിരിക്കും എനിക്ക്. സാറേ, അതിന് നോമിനി കൊടുക്കുന്നതാണോ? നോമിനി കൊടുക്കാം. നോമിനിയുടെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ ബാങ്കുകൾക്ക് നോമിനി ഒരു മസ്റ്റ് അല്ല. ഒരു ഡെപ്പോസിറ്റ് എടുക്കുന്നതിന് നോമിനേഷൻ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷെ ഇപ്പോൾ ബാങ്കുകൾ മിക്കവാറും എല്ലാത്തിനും എടുക്കാറുണ്ട്. പക്ഷേ ഒരു ഡെപ്പോസിറ്റിന് അല്ലെങ്കിൽ ഒരു ലോക്കറിന് നോമിനി ഇല്ല എന്നുള്ള കാരണത്താൽ അത് വാലിഡ് അല്ലാണ്ടാകില്ല. നേരെ മറിച്ച് നമ്മൾ ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് വാലിഡ് ആകണമെങ്കിൽ, ലൈവ് ആകണമെങ്കിൽ അതിനൊരു നോമിനി മസ്റ്റാണ്. നോമിനി ഇല്ലാണ്ട് അത് ലൈവ് ആകില്ല. നിക്ഷേപങ്ങളെ സംബന്ധിച്ചോ ലോക്കറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിർബന്ധം ഇല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളൊരു വഴിയാണ് നോമിനേഷൻ എടുക്കുക എന്നുള്ളത്. നോമിനി നമുക്കുണ്ടെങ്കിൽ ഈ വക കാര്യമായ ഒരു കോംപ്ലിക്കേഷനും ഇതിന് വരുന്നില്ല. കാരണം നോമിനിയാണ് അതിൻ്റെ അവകാശി അല്ലെങ്കിൽ അർഹതയുള്ള. അപ്പൊ മിക്കവാറും ലോക്കറിന് ഇപ്പൊ നോമിനേഷൻ പ്രൊവിഷൻ ഉണ്ട്, നിക്ഷേപങ്ങൾക്കെല്ലാം നോമിനേഷൻ പ്രൊവിഷൻ ഉണ്ട്. എന്നാൽ നോമിനേഷൻ പ്രൊവിഷൻ ഇല്ലാത്ത ഒന്നുണ്ട്. അതായത് നമ്മൾ സ്വർണം വെച്ചു വായ്പ എടുക്കും. അപ്പോൾ നമ്മൾ ആ വായ്പ അടച്ചു തീർത്താൽ നമുക്ക് ആ സ്വർണം തിരിച്ചു കിട്ടണ്ടേ? തിരിച്ചു കിട്ടണമല്ലോ. പക്ഷെ ഇതിനിടെ ആള് മരിച്ചു. അപ്പോൾ ഇത് ആർക്ക് പോകും? ഈ ഗോൾഡ് ലോണിനെ സംബന്ധിച്ചിടത്തോളം നോമിനേഷന് യാതൊരു പ്രൊവിഷനും ഇല്ല. ഇനി നമ്മൾ നോമിനേഷൻ ചെയ്യാൻ വിട്ടുപോകും, അല്ലെ നോമിനേഷൻ കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ വശങ്ങൾ എന്താണ്? അതിനെപ്പറ്റി ഒരു ജസ്റ്റ് ഇംപ്രഷൻ. സ്വർണത്തിന്റെ ഉത്തരം കിട്ടിയില്ല. സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം നോമിനേഷൻ കൊടുക്കാൻ വകുപ്പില്ല. അല്ല, ആർക്ക് പോകുമെന്ന് സാറ് ചോദ്യം ഇട്ടിട്ട് ഞങ്ങള് ആലോചിച്ച് കൊണ്ടുകളയുക. അതുകൊണ്ട് സാറ് മറുപടി പറ. അത് മറുപടി നമ്മുടെ ഈ പ്രോഗ്രാമിനകത്ത് അതിന്റെ മറുപടി വരും. ഓക്കെ, അത് ശരി. അവസാനം വരെ കസ്റ്റമറെ കിട്ടാനുള്ള ഒരു പണിയാണ്. അപ്പൊ അത് ഇതിനകത്ത് വരും. ഓക്കെ, അത് നമ്മുടെ നിക്ഷേപം ഇതുപോലെ നോമിനേഷൻ കൊടുക്കാതെ ആള് മരിച്ചു പോയാൽ ആർക്ക് കൊടുക്കും? അത് തന്നെയാണ് മറ്റതിന്റെ ഉത്തരം. ഓക്കെ, അതെല്ലാം നമ്മുടെ ഈ പ്രോഗ്രാമിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. ഞാൻ എൻ്റെ PPT ഒന്ന് ഷെയർ ചെയ്യാണ്. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെത്ത് ക്ലെയിം ആണ് ഞാൻ ഈ പറഞ്ഞത് തന്നെ. ഇത് നമുക്കൊരു നോമിനി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ജോയിന്റ് ആയിട്ട് ഡെപ്പോസിറ്റ് എടുത്തിട്ടുള്ളെങ്കിൽ, അല്ലെങ്കിൽ നോമിനി ഇല്ലാത്തതാണെങ്കിൽ പോലും 15 ദിവസത്തിനകം അത് ക്ലെയിം സെറ്റിൽ ചെയ്ത് കൊടുക്കണം എന്നാണ് നിയമപരിധി. പക്ഷേ പലപ്പോഴും അത് സാധ്യമാകുക ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു കാരണം, അതിൻ്റെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഡെത്ത് സർട്ടിഫിക്കറ്റ്. അത് കിട്ടണമെങ്കിൽ അതിൻ്റെതായ കാലപരിധി എടുക്കുന്നുണ്ട്. അപ്പൊ ഡെത്ത് സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാണ്ട് ഒരാള്, ഒരു നിക്ഷേപകൻ മരിച്ചു എന്നുള്ളതിന് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൂഫുമില്ല, ഒരു സ്ഥിരീകരണവുമില്ല. അതുകൊണ്ട് ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രൈമറിയാണ്. പക്ഷേ 15 ദിവസത്തിനകം, ഈ 15 ദിവസം എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഈ 15 ദിവസത്തിൽ കൂടുതൽ ബാങ്കുകാർക്ക് അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതിനകം ഇത് ആ ക്ലെയിമന്റിന് ക്ലെയിം കൊടുത്തിരിക്കണം. അതാണ് ഇതിന്റെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിയമം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഈ നിക്ഷേപകൻ മരിച്ചു പോയാൽ ഈ ക്ലെയിം സെറ്റിൽ ചെയ്തില്ലെങ്കിൽ മറ്റൊരു നഷ്ടവും കൂടെ വരുന്നു. അതായത് ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസും. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. ബാങ്ക് എന്തെങ്കിലും നശിച്ചു പോയാൽ, ബാങ്ക് നഷ്ടപ്പെട്ട് അത് ബാങ്കിനെ ലിക്വിഡേറ്റ് ചെയ്താൽ ആ ഡെപ്പോസിറ്റർക്ക് കൊടുക്കാവുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്. ആ ഗ്യാരണ്ടി എത്രയാന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴത്തെ പുതിയത്, പണ്ട് 1 ലക്ഷമായിരുന്നു, ഇപ്പൊ അത് വളരെ നന്നായിട്ട് റിവൈസ് ചെയ്തു. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ന് പറയുന്ന കോർപ്പറേഷൻ. ആ കോർപ്പറേഷനാണ് ഈ ബാങ്കുകൾ എന്തായാലും ലിക്വിഡേറ്റ് ചെയ്യേണ്ടി വന്നാൽ ആ നിക്ഷേപകന് ഗ്യാരണ്ടി കൊടുക്കണം അവന്റെ നിക്ഷേപത്തെ സംബന്ധിച്ച്. അതിന്റെ പുതിയ തുക 5 ലക്ഷം രൂപ. ഈ 5 ലക്ഷം രൂപ എന്നല്ല ഞാൻ ഇത് പറഞ്ഞു വരാൻ കാരണം, ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ഗ്യാരണ്ടി ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ 6 മാസം വരെയേ ഉള്ളൂ. ആ മരിച്ചയാളുടെ ഡെപ്പോസിറ്റിന് വാലിഡിറ്റി ഉള്ളൂ. 6 മാസത്തിനകം ഈ ക്ലെയിം സെറ്റിൽ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആ തുകയ്ക്ക് ഈ ഗ്യാരണ്ടി കോർപ്പറേഷന്റെ ഗ്യാരണ്ടി ഉണ്ടാകില്ല. അത് ഒരു ഇൻഫർമേഷൻ ആണ്, ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് 6 മാസത്തിനകം എങ്കിലും നമ്മൾ നമ്മുടെ ക്ലെയിം സെറ്റിൽ ചെയ്ത് എടുത്തിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ വല്ല ബാങ്ക് നശിച്ചുള്ള എന്തെങ്കിലും നഷ്ടം വന്നാൽ ആ ഗ്യാരണ്ടി കിട്ടില്ല. അങ്ങനെ ഒരു ഇൻഫർമേഷൻ. ഇത് ഡെത്ത് ക്ലെയിമിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്, അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇനി അടുത്തത്, ഈ ഡെത്ത് ക്ലെയിം നമ്മുടെ ഡെപ്പോസിറ്റർ മരിച്ചു കഴിയുമ്പോൾ ആർക്കൊക്കെയാണ് കൊടുക്കണം എന്ന് നമുക്ക്. ഒന്നാമത് നമ്മൾ നോക്കുക, നമ്മൾ ജോയിന്റ് ഡെപ്പോസിറ്റർ ആണെന്ന് വിചാരിച്ചു. 2 പേര് കൂടി എടുത്തിരിക്കുന്ന ഒരു ഡെപ്പോസിറ്റ്, 2ഓ അതിൽ കൂടുതലോ ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ ഈ ജോയിന്റ് ഡെപ്പോസിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലെയിം വരാവുന്ന കാര്യത്തിന് വേണ്ടി ഒരു ക്ലോസ് ഉണ്ട്. ഇപ്പോൾ മിക്കവാറും എല്ലാ ബാങ്കുകളും ആ ക്ലോസ് ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ നിർബന്ധമായിട്ടും ആ ഒരു ക്ലോസ് ടിക്ക് ചെയ്ത് വേണം ജോയിന്റ് ഡെപ്പോസിറ്റ് എടുക്കുമ്പോൾ നിർബന്ധമായിട്ടും എടുക്കുക. അത് എയ്തർ ഓർ സർവൈവർ എന്നുള്ളത്. ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ മറ്റേയാള്, അതായത് ആ സർവൈവർ, അതിന് അവകാശം. അവനെ സംബന്ധിച്ചിടത്തോളം ഈ അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. ഈ നിക്ഷേപത്തിന്റെ അവകാശി ഇങ്ങനെ ഒരു ക്ലോസ് അതിനകത്തുണ്ടെങ്കിൽ ആ സർവൈവർ ഇതിന്റെ അവകാശിയായിട്ട് മാറും. ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല. ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ആ ഡെപ്പോസിറ്റിനെ സർവൈവറുടെ പേരിലേക്ക് മാറ്റിക്കൊണ്ട് ആ സർവൈവർക്ക് ഇതിന്റെ അവകാശിയാകുകയും ആ ജീവിച്ചിരിക്കുന്നയാൾ ആ അക്കൗണ്ടിന്റെ ഇടപാട് നടത്താനും പറ്റും. അത് ജോയിന്റ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്.
പക്ഷെ ആ ജോയിന്റ് ഡെപ്പോസിറ്റ് എടുക്കുമ്പോൾ ഈ ക്ലോസ് നിർബന്ധമായിട്ടും നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകണം. അത് മിക്കവാറും ഈ പാസ്ബുക്കുകൾ തരുമ്പോൾ അതിൽ ആ ക്ലോസ് ചിലപ്പോൾ കാണിച്ചിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കണ്ടീഷൻ ഇതാണ്, എയ്തർ ഓർ സർവൈവർ. എയ്തർ ഓർ സർവൈവർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നിക്ഷേപകരിൽ ആർക്കെങ്കിലും ഇതിൽ നിന്ന് എടുക്കുകയോ ഇടുകയോ ചെയ്യാൻ തക്കൊണ്ടുള്ള അവകാശമുണ്ട് രണ്ടുപേർ. അതോടൊപ്പം തന്നെ ഇതിൽ ഒരാൾ മരിച്ചു പോയാൽ മറ്റേയാൾ ഓട്ടോമാറ്റിക് ഇതിന്റെ അവകാശികളാകി ആ അക്കൗണ്ടിൽ ഇടപാട് നടത്തും. അപ്പൊ ജോയിന്റ് അക്കൗണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലോസ് ഉണ്ടെങ്കിൽ അതിന്റെ ഡെത്ത് ക്ലെയിമിന്റെ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം സർവൈവർ ഇതിന്റെ ഓട്ടോമാറ്റിക് അവകാശിയായിട്ട് മാറും. ഓക്കെ, ഇതൊരുമാതിരി എല്ലാവർക്കും ഒരുമാതിരി അറിയാവുന്ന കേസാണ്. മിക്കവാറും ആൾക്കാരെല്ലാം അക്കൗണ്ട് എടുക്കുമ്പോൾ ഈ ഒരു ക്ലോസ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് എടുത്താൽ മതി. ഇങ്ങനെ ഒരു ക്ലോസ് നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അക്കൗണ്ട് എടുക്കേണ്ടി വന്നാൽ നിർബന്ധമായിട്ടും കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി അടുത്തത് നോമിനേഷൻ. ഇപ്പോൾ എല്ലാ നിക്ഷേപങ്ങൾക്കും നോമിനേഷൻ കൊടുക്കാൻ പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അത് ബാങ്കിനെ സംബന്ധിച്ച് ഒരു മസ്റ്റല്ല. പക്ഷെ നമ്മൾ അക്കൗണ്ട് എടുക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു മസ്റ്റായിട്ട് നമ്മൾ എടുക്കുക. അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു നോമിനി ഉണ്ടാവും. ആ ഡെപ്പോസിറ്റർ മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു നിയമ പരിപാലനത്തിന്റെ ആവശ്യമില്ല. ആ നോമിനി തന്നെ അതിൻ്റെ ലീഗൽ ഹെയർ അവകാശിയായിട്ട് മാറും. അപ്പം ആണ് മരിച്ചാലും ഇതിൻ്റെ അവകാശി ആ നോമിനി തന്നെയായിട്ട് മാറും. അപ്പൊ തീർച്ചയായിട്ടും നോമിനി ഉണ്ടെങ്കിൽ ആള് മരിച്ചാലും അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നോമിനി അതിൻ്റെ ക്ലെയിമൻ്റ് ആയിട്ട് മാറും. അവന് ആ തുകയ്ക്ക് അർഹതയുണ്ട്, അത് വാങ്ങിക്കാവും. ഓക്കെ, ഈ അടുത്തത് നോമിനി ഇല്ലാത്ത കേസ്. പക്ഷെ അയാൾ ഒരു വില്ല് എഴുതി വെച്ചിട്ടുണ്ട്. ബിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ബില്ലിൽ പറഞ്ഞിട്ടുള്ള അതിൻ്റെ അവകാശി ആരാണോ അവർക്ക് ഇതിന്മേൽ അവകാശം. ഈ നിക്ഷേപം, ഈ വില്ലിൽ ഈ നിക്ഷേപത്തെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിക്ഷേപകന് ഈ വില്ല് പ്രകാരം വെച്ച് അതിൻ്റെ എക്സിക്യൂട്ടർ ആകുകയും ഇത് അവകാശിയായിക്കൊണ്ട് ആ ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് അവൻ്റെ പേരിലേക്ക് ആക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ്. ഒരു വിൽപത്രം ഉണ്ടെങ്കിലും അത് മതി. വിൽപത്രം ഇതിന് വളരെ നല്ലൊരു തെളിവാണ്. ആ വിൽപത്രം പ്രകാരമാണ് അത് നമ്മുടെ ഏത് സ്വത്തിന്മേലും നമുക്ക് കൊടുക്കാവുന്ന ഒന്നാണ് നമ്മുടെ വിൽപത്രം. ആ വിൽപത്രത്തിൽ ബാങ്കിന്റെ നിക്ഷേപങ്ങളോടൊപ്പം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേപ്പറുകൾ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് അതനുസരിച്ച് ബാങ്കുകൾ അതിൻ്റെ ക്ലെയിമെന്റിന് ആ തുക കൊടുക്കും. അപ്പൊ അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ, ഇനി പ്രശ്നം വരുന്നത് വില്ലില്ല, നോമിനേഷൻ ഇല്ല, ആൾ മരിച്ചു. അങ്ങനെയുള്ള ഒരു കേസ് വരുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. അതിൻ്റെ കോംപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ക്ലെയിമിൻ്റെ കണ്ടുപിടിക്കുക എന്നുള്ളത് അല്പം വിഷമമുള്ളൊരു കാര്യമാണ്. അത് ആരായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിൻ്റെ ബെനിഫിഷ്യറി ആരാണ്, അല്ലെങ്കിൽ ക്ലെയിമൻ്റ് ആണ്, അല്ലെങ്കിൽ ലീഗൽ ഹെയർ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ അതിൻ്റെ ബെനിഫിഷ്യറി ആരാണെന്നാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത്. ബെനിഫിഷ്യറിയെ കണ്ടെത്തുന്നത്. ബില്ലില് ഓരോ അക്കൗണ്ടിന്റെയും പേരെഴുതണോ? ബില്ലിലെ ഓരോ അക്കൗണ്ട് വേണമെന്നില്ല. ഇന്ന ബാങ്കിലെ നിക്ഷേപം എഴുതിയാലും മതിയാവും. എന്റെ എല്ലാ ബാങ്കിലും എന്ന് പറഞ്ഞാലോ? അങ്ങനെ മതിയായിരിക്കും. എനിക്ക് അതിന്റെ കൂടുതൽ ലീഗതിനെ പറ്റി എനിക്ക് അത്ര അറിവില്ല. അതിനെപ്പറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ മതിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു സാർ. ബില്ലുണ്ടെങ്കിൽ ഇന്ന ബാങ്കിലെ എൻ്റെ നിക്ഷേപങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലോസിനകത്ത് അതിൻ്റെ വകുപ്പുണ്ട്. പക്ഷേ നിന്നെ അതെല്ലാം അറിയാമെങ്കിൽ അതെല്ലാം കൊടുക്കാമെങ്കിൽ വളരെ നല്ലത്. അതിനൊരു ക്ലാരിറ്റി കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമില്ല, ബില്ലും ഇല്ല, നോമിനേഷനും ഇല്ല, ഒന്നുമില്ലാത്തൊരു ഇതിൻ്റെ ബെനിഫിഷ്യറെ കണ്ടുപിടിക്കുന്നത് അയാൾ ഏത് മതത്തിൽപ്പെട്ടു
അത് പ്രകാരമാണ്. ഓരോ മതത്തിനും ഓരോ സക്സഷൻ ആക്ട് ആണുള്ളത്. അപ്പം അവൻ ഏത് മതക്കാരനാണെന്ന് നോക്കേണ്ടി വരും. ആ മതത്തിന്റെ നിയമപ്രകാരമായിരിക്കും. മതം ഇല്ലാത്ത ഇപ്പോഴുള്ളതിൽ മതം ഇല്ല സാറേ. പലരും ഞാൻ ഇല്ല റിലീജിയൻ എന്നുള്ള കോളത്തിൽ നോ എന്ന് പറഞ്ഞിട്ട് നില്ലെന്നിരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴോ? അങ്ങനെ വരുമ്പോഴും അതിന് വേറെ ആക്ട് ഉണ്ട് സാർ. ഓക്കെ, ഒരു മതവും ഇല്ല എന്ന് നമ്മൾ അവകാശപ്പെട്ടാൽ അതിന് പറ്റുന്ന വേറൊരു ആക്ടും അതും ഇതിനകത്ത് പറയുന്നു. ഓക്കെ, അതിന് വേറൊരു ആക്ടാണ്. ദാറ്റ് ഇസ് അതിൻ്റെ പേര് ഇന്ത്യൻ സക്സഷൻ ആക്ട്. ആ ആക്ട് പ്രകാരം അതിലേക്ക് പോകാവുന്ന. അല്ലാത്തവരാണെങ്കിൽ അവൻ ഏത് റിലീജിയൻ ആണോ ആ റിലീജിയൻ പ്രകാരമുള്ള ആക്ട്, ആ റിലീജിയൻ പ്രകാരം ഒരു സക്സഷൻ ആക്ട്, ആ ആക്ട് പ്രകാരമായിരിക്കും ഇത് വരും. അതിനകത്ത് തന്നെ 2 തരത്തിലുള്ള അവകാശികളുണ്ട്. ഒന്ന് ക്ലാസ് 1 ലീഗൽ കേസ്, രണ്ടാമത്തത് ക്ലാസ് 2 ലീഗൽ കേസ്. അതായത് ക്ലാസ് 1 ലീഗൽ ഹെയർമാർ ആരും ഇല്ലെങ്കിൽ മാത്രമേ ക്ലാസ് 2വിന് അവകാശം ഉണ്ടാകൂ. ക്ലാസ് 1ൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ അവകാശി ആ ക്ലാസ് 1കാരൻ തന്നെയാണ്. ക്ലാസ് 1ൽ ആരുമില്ലെങ്കിൽ സ്വാഭാവികമായ അതിൻ്റെ അവകാശം ക്ലാസ് 2വിലേക്ക് മാറും. ക്ലാസ് 1 എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ റിലീജിയൻസ് ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന് പേരൻസ്, മാതാവ് പിതാവുണ്ട് അവർ, രണ്ടാമത് ഭാര്യ ഭർത്താവുണ്ട് സ്പൗസ്, പിന്നെ അവരുടെ സാർ പറയുന്ന ആ ഓർഡർ അനുസരിച്ചാണോ? ആ ഓർഡർ അല്ല, അത് ഓരോ റിലീജിയനും ഓർഡറിനും ചെറിയ വ്യത്യാസമുണ്ട്. അതല്ല, ഇപ്പൊ മാതാപിതാക്കള് പിന്നെ ഭാര്യ അങ്ങനെയാണോ? അല്ല, സ്പൗസ് ആണ് ഫസ്റ്റ് വരുന്നത് മിക്കവാറും ചില റിലീജിയനാണ്. ചിൽഡ്രൻ കഴിഞ്ഞിട്ട് ചിലതിനകത്ത് പേരൻസ് വരുന്നു. ഓക്കെ, പിന്നെ ഇത് രണ്ടും കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇത് വരുമ്പോഴത്തേനും പിന്നെ മക്കളുടെ മക്കൾ, അതുപോലെ തന്നെ പെൺമക്കളുടെ മക്കൾ, മാതാപിതാക്കള്, ഭാര്യ, പിന്നെ മക്കള്, അല്ലയോ? ആ രീതിയിൽ വരും. നമ്മൾ ആ ഓരോന്നിന്റെ റിലീജിയൻ എടുക്കുമ്പോൾ അതിന്റെ കൂടുതൽ ക്ലിയർ ആയിട്ട് വരുന്നു. ഓക്കെ, അടുത്ത ആദ്യം വരുന്നത് ഹിന്ദു മെയിൽ. അത് ഹിന്ദുവിന്റെ മെയിൽ മരിച്ചാലും ഫീമെയിൽ മരിച്ചാലും രണ്ടാണ് പ്രൊവിഷൻ. ഹിന്ദു മെയിൽ മരിച്ചു കഴിഞ്ഞാൽ ഹിന്ദു ആണ്, ആ ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരമാണ് അവരുടെ ലീഗൽ ഹെയറെ നിശ്ചയിക്കുന്നത്. അത് മരിച്ചത് ഹിന്ദു മെയിലാണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഹിന്ദു എന്ന് പറഞ്ഞാലേ പിന്നെ മുന്നോക്ക ജാതിക്കാര്, ഇപ്പം ബ്രാഹ്മൺസ്, പിന്നെ ഈഴവ, അങ്ങനെ സെപ്പറേഷൻ ഉണ്ടോ? അങ്ങനെ സെപ്പറേഷൻ ഒന്നുമില്ല സാറേ. ഹൈന്ദവ മതത്തിൽ പെട്ടവരാരാണ്. ഇപ്പൊ ഈഴവരെന്ന് പറഞ്ഞാൽ അവര് ഹൈന്ദവരാണ്. അല്ല, പക്ഷെ അവരുടെ വിഭാഗം ഇപ്പം പിന്നെ മറ്റേ ഇവിടെ താമസിക്കുന്ന ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇവരെല്ലാം ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം ഇത് ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം, അതിപ്പോ പുതിയ ഇതും പ്രകാരം ഈവൻ ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻസ് വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. പണ്ട് അവരങ്ങനെ അതിലായിരുന്നില്ല, ഇപ്പൊ അവരും അതിനകത്താണ് വന്നിട്ട്. അപ്പൊ അവരെ പ്രകാരം അവർക്ക് ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരമാണ് അവരുടെ ഈ ലീഗൽ ഹെയറെ തീരുമാനിച്ചു. അത് പ്രകാരം ഒരു ഹിന്ദു പുരുഷനാണ് മരിച്ചതെങ്കിൽ അവരുടെ അവകാശികൾ ആരൊക്കെയാണെന്ന് നമുക്ക് തോന്നും. അതിനകത്ത് വില്ലുണ്ടെങ്കിൽ ആ വില്ല് പ്രകാരം തന്നെയാണ് അവിടെ ഇതിനെ സംബന്ധിച്ച് ലീഗൽ ഹെയറിന്റെ പ്രശ്നമില്ല. ഇനി അല്ലെങ്കിൽ 2 തരം ക്ലാസ് ഹെയർസ് ഉണ്ട്. ഒന്ന് ക്ലാസ് 1, നമ്മൾ മുമ്പ് പറഞ്ഞ ക്ലാസ് 2. ഇനി അതിനകത്ത് ക്ലാസ് 1 ആരൊക്കെയാണെന്ന് നോക്കാം. അതായത് ക്ലാസ് 1 ലീഗൽ ഹെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൗസ്, മദർ, പിന്നെ അവരുടെ മക്കൾ, ഫാദേഴ്സ് മദർ ഇഫ് ഷീ ഈസ് അലൈവ്, ആൻഡ് ചിൽഡ്രൻ ഓഫ് യുവർ പ്രീഡിസീസ്ഡ് സിബ്ലിങ്സ്. ആരെങ്കിലും മക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കൾ. അപ്പൊ ഇവരെല്ലാം ക്ലാസ് 1 ലീഗൽ ഹെയർസ് ആയിട്ട് വരികയാണ്. ഹിന്ദു മെയിലാണ് മരിച്ചത്. അതായത് വൈഫ്,
ഇപ്പൊ നിങ്ങളുടെ പറഞ്ഞോളൂ സാറേ. അച്ഛനമ്മ, ആ പിന്നെ മരിച്ചുപോയവരുടെ ചിൽഡ്രൻ. അച്ഛൻ വരുന്നില്ലല്ലോ, ഹിന്ദു മെയിലാണ്. അപ്പൊ പിന്നെ ഭാര്യ, മക്കള്, പിന്നെ അച്ഛനമ്മ എന്ന് പറഞ്ഞാല് അച്ഛൻ ഇരിക്കുമ്പോ മോൻ മരിച്ചെങ്കിൽ മോന്റെ സ്വത്തിന്റെ അവകാശം വരുമല്ലോ, സ്വാഭാവികമായിട്ട് വരുമല്ലോ. അപ്പൊ അച്ഛൻ വരത്തില്ലേ? അച്ഛൻ വരാം. ഓക്കെ, അവരെല്ലാം ക്ലാസ് 1 ലീഗൽ കേസാ കേട്ടോ. ക്ലാസ് 1 ആണ്. എല്ലാവരും ഈക്വൽ അവകാശികളായിട്ട് വരുന്ന കേസ്. ഇനി അവരാരും ഇല്ലെങ്കിൽ ക്ലാസ് 2 കേസ് വരും. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. ഇതിനകത്ത് ക്ലാസ് 2 ഹെയർസിലാണ് അപ്പൻ വരുന്നത് കേട്ടോ. അപ്പൻ ക്ലാസ് 2, പിന്നെ മക്കളുടെ പെൺമക്കളുടെ മകനെ, മകന്റെ പെൺമക്കളുടെ പെൺമകളെ, ബ്രദർ, സിസ്റ്റർ, പിന്നെ പെൺകുട്ടികളുടെ മകന്റെ മകൻ, പെൺകുട്ടികളുടെ മകന്റെ മകൾ, പെൺകുട്ടികളുടെ മകളുടെ മകൾ, ഇത്രയെല്ലാം ഫസ്റ്റ് ലീഗൽ ഹെയർ ഇല്ലെങ്കിൽ മാത്രമേ ഈ സെക്കൻഡ് ഹെയറിലേക്ക് പോകേണ്ടതോ നോക്കേണ്ടോ ആവശ്യമുള്ളൂ. ഫസ്റ്റ് ഉണ്ടെങ്കിൽ ഈ സെക്കൻഡ് ഹെയറുകാർക്ക് യാതൊരു അവകാശവും ഇല്ല. ഫസ്റ്റ് ലീഗൽ ഹെയർസുകാർ തന്നെ അവർക്കെല്ലാം പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ആരുടെ സർട്ടിഫിക്കറ്റാ വേണ്ടിയത്? അതും നമ്മൾ വേറെ പറയുന്നുണ്ട് സാർ. അത് നമുക്ക് ഞാൻ ഇതിലേക്ക് പോകുന്നുണ്ട്, അന്നേരം അതിനകത്ത് പറയാം. ഓക്കെ, ഇനി അടുത്ത ഒരു കാറ്റഗറിയാണ് ഹിന്ദു ഫീമെയിൽ അമേരിക്കൻ. ഇത് നമ്മൾ ഇപ്പം വിചാരിച്ച ഹിന്ദു മെയിലിന്റെ കാര്യമാണ്. ഇനി ഹിന്ദു ഫീമെയിൽ മരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ് സ്വാഭാവികമായിട്ട് വരും, പിന്നെ അവരുടെ ചിൽഡ്രൻ, അവർ രണ്ടുപേരുമാണ് ക്ലാസ് 1 ഹെയർസ്. അപ്പൊ ഹിന്ദു വുമൻ ആണെങ്കിൽ എളുപ്പം ഹസ്ബൻഡും പിള്ളേരും, എളുപ്പമായ കാര്യം. ക്ലാസ് 2 ഹെയർസ് വരുമ്പോൾ അപ്പൻ വരും. ഇത് ക്ലാസ് 1 ഇല്ലെങ്കിൽ മാത്രമേ ക്ലാസ് 2ന്റെ അവകാശം വരുന്നുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. അപ്പൻ വരും, മകന്റെ മകളുടെ മകനുണ്ടെ അവൻ വരും, മകന്റെ മകളുടെ മകൻ ഉണ്ടെങ്കിൽ അവൻ, മകളുണ്ടെ അവൾ വരും, ബ്രദേഴ്സ് വരും, സിസ്റ്റേഴ്സ് വരും, മകന്റെ മകനുണ്ടെങ്കിൽ അവൻ വരും, മകന്റെ മകളുണ്ടെ അവൾ വരും, മകളുടെ മകനുണ്ടെ അവൻ. ഇത്രയും ആൾക്കാർ സെക്കൻഡ് കാറ്റഗറി ലീഗൽ ഹെയർസ് ആയിട്ട്. ഫസ്റ്റ് കാറ്റഗറി ഇല്ലെങ്കിൽ ഇതിൽപ്പെട്ട എല്ലാവർക്കും കൂടിയാണ് ഈ അവകാശങ്ങൾ വരിക. ഓക്കെ, അപ്പൊ ഇതാണ് ഹിന്ദു ഫീമെയിൽ. ഇതൊന്ന് ആലോചിച്ചാൽ മതി. ഈ നോമിനേഷൻ ഉണ്ട്, എത്ര എളുപ്പം. നോമിനേഷൻ ഇല്ലെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എത്രയാന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒഴിവാക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുണ്ട് എന്ന് നമ്മൾ ഒന്ന് ധരിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇനി അടുത്ത ഒരു കാറ്റഗറിയാണ് നമുക്ക് നോക്കാവുന്നത്. നോമിനേഷൻ ആണെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് എഴുതി വെക്കാൻ പറ്റുമോ? നോമിനേഷൻ ആണെങ്കിൽ എഴുതി വെക്കാം. ആ നോമിനി തന്നെയാണ് അവകാശം. പിന്നെ ഇവർക്കൊന്നും ഒരു പ്രൊവിഷനും ഒരു ഇതുമില്ല സാറേ. പറ്റത്തില്ലല്ലോ. അന്യ ഒരാൾക്ക് പറ്റുമോ? അന്യയാൾക്ക് പറ്റുകയില്ല. നമ്മൾ ആരാ റിലേഷൻ അതിൽ എഴുതി വെക്കണം. ആ നോമിനേഷൻ കൊടുക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താന്നുള്ള ക്ലോസ് ഉണ്ട്. അപ്പൊ ആ ക്ലോസ് റിലേറ്റീവ്സിനെ പറ്റും. ഓക്കെ, ഇനി അവരാരും ഇല്ലെങ്കിൽ കൊടുക്കാം, അതേ പറ്റും. ഇനി അടുത്തത് മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഇതിനൊക്കെ സമാനമാണ്. പക്ഷെ ആ മുസ്ലിം ആക്ട് പ്രകാരം ഇതിന് ലീഗൽ ഹെയർ ക്ലാസ് 1 ക്ലാസ് 2 എന്നുള്ളതെല്ലാം അവർ മാറ്റിയിട്ട് ആ ആക്ട് പ്രകാരം പ്രത്യേകം പറഞ്ഞ ഷെയറർ ആൻഡ് റെസ്യൂഡിയറീസ് എന്നാണ് പറയുന്നത്. മുസ്ലിം ആക്ട് പ്രകാരം ഒന്ന് ഷെയറർ ആരുമില്ലെങ്കിൽ റെസ്യൂഡിയറീസ്. ഇത് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. മുമ്പ് നമ്മൾ കണ്ട ലീഗൽ ക്ലാസ് 1 ലീഗൽ ഹെയർ ആണ് ഈ ഷെയറർ എന്ന് പറയുന്നത്. ക്ലാസ് 2 ആണ് റെസ്യൂഡിയറി എന്ന് പറയുന്നത്. അത്രയും കാര്യമുള്ളൂ. വലിയ കൂടുതൽ ഇതിനെപ്പറ്റി ആലോചിച്ച് തലവയ്ക്കേണ്ട കാര്യമില്ല. അതിനിങ്ങനെയായി ഈ ആക്ട് പ്രകാരം പറയണത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു വ്യത്യാസം. ഇനി ഷെയറർ എന്ന് പറയണത്, അതായത്
ഈ ആള് അവരെ വ്യക്തി മരിച്ചെങ്കിൽ അയാളുടെ വൈഫ്, ചൈൽഡ്, ഫാദർ, മദർ അവരെല്ലാം ഈക്വൽ അവകാശികളാണ്. ഹിന്ദുവിൽ അത്രയില്ല. മുസ്ലിം ആക്ട് പ്രകാരം ഫാദറും മദറും ഷെയറർ തന്നെയാണ്. ലീഗൽ ക്ലാസ് 1 ആൾക്കാർ തന്നെയാണ്. ഹസ്ബൻഡ്സ് വൈഫ്, ഒന്നിലധികം വൈഫ് ഉണ്ടെങ്കിൽ വൈഫുമാരെല്ലാം, അവരിലൊക്കെ മക്കളുണ്ടെങ്കിൽ അവരെല്ലാം. അപ്പോൾ ഇവരെല്ലാം ക്ലാസ് 1 ആണ്, അവരെ ഷെയറേഴ്സ്. ഈ ഷെയറേഴ്സ് ഇല്ലെങ്കിൽ പിന്നെ വരുന്നതാണ് റെസ്യൂഡിയറീസ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഫുൾ സിസ്റ്റേഴ്സ്, അതായത് ഒന്നിലധികം ഭാര്യ ഉണ്ടെങ്കിൽ ആ ഒരു ഭാര്യയിലുള്ള സിസ്റ്റേഴ്സ്, അതൊന്ന് ഫുൾ സിസ്റ്റേഴ്സ്. പിന്നെ ഡോട്ടേഴ്സ്, സൺസ്, ഡോട്ടർ, പിന്നെ മറ്റ് വൈഫുണ്ട് അവരുടെ ഇതിൽ വരുന്ന സിസ്റ്റർ, പിന്നെ ഡോട്ടേഴ്സ്, സൺസ്, ഡോട്ടേഴ്സ് ഇവരെല്ലാം സെക്കൻഡ് കാറ്റഗറി അല്ലെങ്കിൽ റെസ്യൂഡിയറീസ് എന്ന് പറയും. ഇവരുടെ എല്ലാ അവകാശം വരുന്നത് ആദ്യത്തെ ഷെയറർ ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ഷെയറേഴ്സ് അല്ലെങ്കിൽ ലീഗൽ 1 കാറ്റഗറി ഉണ്ടെങ്കിൽ ഇവർക്കൊന്നും ഒരു പ്രസക്തിയില്ല. അപ്പോൾ സ്വാഭാവികമായി അവർ തന്നെ ഇതിൻ്റെ അവകാശികളാവും. ഇവിടെ ഷെയറേഴ്സിനർക്കെല്ലാം ഈക്വൽ റൈറ്റ് ആണ്. അവരെല്ലാം ഇതിനകത്ത് കൂടേണ്ടതുണ്ട് ക്ലെയിം കൊടുക്കാനായിട്ട്. എല്ലാവർക്കും കൂടിയേ കൊടുക്കും. അല്ലെങ്കിൽ അവരെല്ലാം കൂടി ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിനുള്ള ഓതറൈസേഷൻ കൊടുത്തുകൊണ്ട് ആ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ക്ലെയിം സെറ്റിൽ ചെയ്യാനും ക്ലെയിം മേടിക്കാനും ഈ ക്ലെയിമന്റ് എല്ലാം ബാങ്കിൽ പോകേണ്ടത്. ഇനി അടുത്ത ഒരു ആക്റ്റാണ്. സാറ് ആദ്യം നമ്മുടെ അൻസാരി സാറ് ചോദിച്ചതാണ്, ഈ റിലീജിയൻ ഒന്നും വരുന്നില്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സക്സഷൻ ആക്ട്, ഇന്ത്യൻ സക്സഷൻ ആക്ട്. ഈ ആക്ട് എല്ലാ റിലീജിയൻസിനും ഈക്വൽ ആയിട്ട് ആപ്ലിക്കബിൾ ആക്കണം എന്നാണ് നമ്മുടെ പുതിയ ഗവൺമെന്റ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില റിലീജിയനൊന്നും അതിനോട് അത്ര യോജിക്കുന്നില്ല. ഇത് വന്നപ്പോൾ എനിക്ക് കട്ടായി പോയി, ഒന്ന് സാറേ, ഇന്ത്യൻ സക്സഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ ആ റിലീജിയസ് ആക്ട് പ്രകാരം ആപ്ലിക്കബിൾ അല്ലാത്ത ആൾക്കാർക്കെല്ലാം ഈ ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരമാണ് വരുന്നത്. ഈ ആക്ട് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആക്കണം, കോമൺ സിവിൽ കോഡ് വേണം എന്നാണ് നമ്മുടെ BJP ഗവൺമെന്റ് എന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റ് റിലീജിയൻസ് എല്ലാവരുടെയും അത് അത്ര ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് ആയിരിക്കും എല്ലാവർക്കും ബാധകമായി വരിക. അത് കുറച്ചുകൂടെ സിമ്പിളാണ്, കാര്യത്തിന് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. ഇന്ത്യൻ സക്സഷൻ ആക്ട് ഇപ്പോൾ ശരിക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് മാത്രമേ ഉള്ളൂ. അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കുള്ള ആക്ട് അല്ലത്. അത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും വേണ്ടി ഉദ്ദേശിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ആക്ടാണ്. അതിൻ്റെ പേര് തന്നെ ഇന്ത്യൻ സക്സഷൻ ആക്ട്. ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരവും ഈ പറഞ്ഞതുപോലെ 2 കാറ്റഗറി ആയിട്ടുള്ള ലീഗൽ ഹെയർസ് ഉണ്ട്. ഇപ്പം ആപ്ലിക്കബിൾ ക്രിസ്ത്യൻസ് മാത്രമേ ഉള്ളൂ. ശരി, അത് ക്രിസ്ത്യൻസിനായിട്ടുള്ള ഒരു ആക്ട് അല്ല. ഓക്കെ, ഇത് 1925 മുതലുള്ള ഒരു ആക്ടാണ്. ഇതിനകത്ത് ക്ലാസ് 1 ലീഗൽ ഹെയർ എന്ന് പറഞ്ഞാൽ വൈഫ്, ഇപ്പം ഭർത്താവാണ് മരിച്ചെങ്കിൽ ഭാര്യ, ഭാര്യ മരിച്ചെങ്കിൽ ഭർത്താവ്, പിന്നെ അവരുടെ മക്കൾ, അത് ആൺമക്കളായാലും പെൺമക്കളായാലും അവരെല്ലാം ഈക്വൽ അവകാശികളാണ്. അത് ആൺമക്കൾ എന്ന് പ്രത്യേകതയില്ല, ആൺമക്കൾക്കും പെൺമക്കൾക്കും അതോടൊപ്പം ഭാര്യയ്ക്കും ഭർത്താവിനും ഇവരെല്ലാം തുല്യ അവകാശികളാണ്. അവരെല്ലാം ക്ലാസ് 1 ലീഗൽ കേസാണ്. അവരെല്ലാം കൂടിയാൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഈ തുക ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതിനകത്ത് പേരൻസ് വരുന്നില്ല. അടുത്ത ക്ലാസ് 2 ഇതാണ്. അതിനകത്താണ് പേരൻസ് വരുന്നത്. അതോടൊപ്പം സൺസ്, ഡോട്ടേഴ്സ്, സൺസ്, ഡോട്ടേഴ്സ്, ഡോട്ടർ ഇവരെല്ലാം വരുന്ന ക്ലാസ് 2 ആണ്. ഈ ക്ലാസ് 2ന്റെ അവകാശം ക്ലാസ് 1 ആരും ഇല്ലാതെ വന്നാൽ മാത്രമേ. ആ രീതിയിലാണ് ക്ലാസ് 2. ഇതാണ് ഇന്ത്യൻ സക്സഷൻ ആക്ട്. ഇത് ഇപ്പോൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്
ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് മാത്രം പോകും. ജാതി ഇല്ലാത്തവർക്ക് തന്നെയല്ലേ? ജാതി ഇല്ല എന്നെഴുതിയിരിക്കുന്നു. ഇത് ഒന്നും ഇല്ലാതെങ്കിൽ അവർക്കും ഇതായിരിക്കും, ഒരു ജാതി ഇല്ല ആ കാറ്റഗറി. ഓക്കെ, ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ജാതി ഇല്ലാന്ന് ചിലപ്പോൾ നമ്മൾ എഴുതി കൊടുത്താലും അവരും ചിലപ്പോൾ ഇതിനകത്തായിരിക്കും ആപ്ലിക്കബിൾ ആയിട്ട്. ആ റെക്കോർഡൊക്കെ അവരുടെ അക്കൗണ്ട്സിലെല്ലാം ഉണ്ടെങ്കിൽ, അല്ലെ സിസ്റ്റത്തിൽ അതുപോലെ കയറ്റിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത സാറ് ആദ്യം മുമ്പ് ചോദിച്ചായിരുന്നു എന്നതൊക്കെയായി ക്ലെയിം, ഇതെന്നാ നമ്മൾ കൊടുക്കേണ്ടത്, അതിന് വേണ്ട ക്ലെയിം പേപ്പേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ചോദിച്ചായിരുന്നു. ഇത് ജസ്റ്റ് ഫോർ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഇതിന് ക്ലെയിമിന് തുക കൂടുന്നതനുസരിച്ചും തുക കുറഞ്ഞിരിക്കുന്നതിനുമൊക്കെ ഇതിന് സിംപ്ലിസിറ്റി വ്യത്യാസമുണ്ട്. 50,000 വരെയുള്ള ഒരു ക്ലെയിം ആണെങ്കിൽ അതിന് കൊടുക്കേണ്ട ക്ലെയിം പേപ്പേഴ്സ് കുറച്ചുകൂടെ സിമ്പിളാണ്. 50,000 മുകളിലാവുമ്പോൾ ക്ലെയിം പേപ്പേഴ്സ്, അല്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഇതിൻ്റെ ഐഡന്റിഫൈ ചെയ്യേണ്ട ആരാണ് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ. ഇതിനകത്ത് 50,000 വരെയാണെങ്കിൽ വലിയ ലീഗൽ നടപടിക്കൊന്നും പോകേണ്ട കാര്യമില്ല. അത് ഡിസൈഡ് ചെയ്യാനുള്ള അവകാശം ബാങ്കുകൾ തന്നെ സ്വയം ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ റിസ്ക് അവർ തന്നെ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് 50,000 വരെയുള്ളതിന് എല്ലാ ബാങ്കുകൾക്കും ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ക്ലെയിം സെറ്റിൽമെന്റ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ വേണം. കോപ്പി ഓഫ് ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഈസ് എ മസ്റ്റ്. ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് വെച്ചാണ് ആൾ മരിച്ചു എന്ന് ബാങ്ക് ഐഡന്റിഫൈ ചെയ്യും. മറ്റൊന്ന്, ഈ നോമിനി ഉണ്ടെങ്കിൽ ആ നോമിനി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ KYC ഡോക്യുമെന്റ് വേണം. ആധാർ, പാൻ അങ്ങനെയുള്ള KYC ഡോക്യുമെന്റ് വേണം. പിന്നെ ഇവരുടെ ഉള്ള ഡെപ്പോസിറ്റിന്റെ പാസ്ബുക്കിന്റെ കൊടുക്കണം, ഡെപ്പോസിറ്റിന്റെ റെസിപ്റ്റ് കൊടുക്കണം. പിന്നെ അക്കൗണ്ടിൽ ആ ചെക്ക് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അൺയൂസ്ഡ് ചെക്ക് ബുക്ക് ഉണ്ടെങ്കിൽ ആ ചെക്ക് ബുക്ക് കൊടുക്കണം. ഇനി ലോക്കറിന്റെ കേസാണെങ്കിൽ ലോക്കറിന്റെ കീ കൊടുക്കണം. പിന്നെ ബാങ്കിൽ കൊണ്ട് സേഫ് കസ്റ്റഡിയിൽ വല്ല സാധനവും വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന സേഫ് കസ്റ്റഡിയുടെ റെസിപ്റ്റ് കൊടുക്കണം. ഇത്രയും സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ അത് പ്രോസസ്സ് ചെയ്യും. പിന്നെ ചില ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിലെ ആരെങ്കിലും നല്ല വർത്തി കസ്റ്റമർ ഇന്ന ആൾക്കാരാണ് ഇതിൻ്റെ ലീഗൽ കേസ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നും മേടിക്കാറ്. അത് ഓരോ ബാങ്ക് ഓരോ രീതിയിലാണ്. അപ്പം അവർ സർട്ടിഫൈ ചെയ്താൽ മതി ഇതിൻ്റെ അവകാശികൾ ഇന്ന ആൾക്കാരാണ് എന്ന് സർട്ടിഫൈ ചെയ്ത് കൊടുത്താൽ മതി. അതിന് പ്രത്യേകിച്ച് ലീഗലായിട്ടുള്ള പേപ്പറുകളൊന്നും നമ്മൾ മേടിക്കേണ്ട കാര്യം അങ്ങനെയുണ്ട്. പക്ഷെ നോമിനേഷനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രശ്നമില്ല. നോമിനേഷൻ അല്ലാത്ത കേസാണ് ഞാൻ പറയുന്നത്. നോമിനേഷനെ സംബന്ധിച്ചിടത്തോളം നോമിനിയുടെ KYC ഡോക്യുമെന്റ് മാത്രം കൊടുക്കണം. ഇനി ക്ലെയിം 50,000 കൂടുതലാണെങ്കിൽ മുമ്പ് പറഞ്ഞ പേപ്പറുകൾ കൂടാതെ ഇതിന് ഒരു വിറ്റ്നസിനെ കൊടുക്കണം. ആ വിറ്റ്നസ് ഇതിനകത്ത് സൈൻ ചെയ്ത് കൊടുക്കും. ഈ വിറ്റ്നസ്സുകൾ ആ വിറ്റ്നസിൻ്റെ ഇതുകൂടെ വെച്ചാണ് ബാങ്കുകൾ ഇത് അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ അത് അവരെ അംഗീകരിക്കുന്നതിൻ്റെ കാരണം. ഒന്നാമത്തെ ഒന്നുമില്ല, മജിസ്ട്രേറ്റ് വേണം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിലെയോ സ്റ്റേറ്റ് ഗവൺമെന്റിലെയോ നല്ല ഗസറ്റഡ് ഓഫീസർ കാറ്റഗറിയിലുള്ള ഒരാൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് ഓഫീസർ എത്തിച്ചു. ഇത് ഒന്നുമല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 2 well-known person accepted to the bank with good for the amount involved. ഈ എത്ര തുക വരുന്നോ ആ തുകയ്ക്ക് ഉള്ള ആസ്തി അയാളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിലുള്ള ഒരാളായിരിക്കും. അങ്ങനെ ഇത്രയും പേര് ഇത് സർട്ടിഫൈ ചെയ്തു. അങ്ങനെ ആ സർട്ടിഫൈ ചെയ്ത് കൊടുത്താലേ ഉള്ളൂ ഇയാളാണ് ഇതിൻ്റെ ആളെ എന്നുള്ളൊരു പ്രൂഫിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വിറ്റ്നസ്സാണ് ഇത്. അപ്പൊ ഇത്രയും ഇതാണ് നോമിനിയെ സാക്ഷി നിൽക്കുന്ന ആൾക്ക് ഇത്രയും കാശ് വേണമല്ലോ. പിന്നെ സാക്ഷി നിൽക്കുന്ന ആൾക്ക് ഇത്രയും പൈസ ഉണ്ടായിരിക്കണം. അത് ഈ കൂടുതൽ തുക വരുമ്പോഴത്തേനും സാക്ഷിയുള്ള ആൾക്ക് എന്തെങ്കിലും ഒരു വർത്ത് ഉണ്ടാകണം. അല്ലെങ്കിൽ അയാൾ വലിയ വായ്പ എടുത്ത ആളാണെങ്കിൽ അത്ര ഈട് കൊടുത്തിട്ടുള്ള ആളായിരിക്കും. അങ്ങനെ ആയാലും മതി. അപ്പൊ അങ്ങനെ അവരുടെ ആ സാക്ഷ്യം വെച്ച് ഇത് സ്വീകരിക്കും. ഇതിലേതെങ്കിലും അത് വലിയ തുക ഉണ്ടെങ്കിൽ ബ്രേക്ക് ആവുന്നുണ്ട് സാർ. സാറേ അൻസാരി സാറിന്റെ ബ്രേക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ അടുത്ത നമുക്ക് പിന്നെ ചോദിക്കാം സാറേ, അതൊന്നും ചോദിച്ചോ, കുഴപ്പമില്ല. ഇനി ക്ലെയിം വിത്തൗട്ട് നോമിനി,
നമ്മുടെ മുമ്പ് പറഞ്ഞ ക്ലെയിം നോമിനി ഇല്ലാത്ത കേസ്, അതാകുമ്പോഴത്തേന് ആപ്ലിക്കേഷൻ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. മറ്റേത് നോമിനി ആകുമ്പോഴത്തേന് നോമിനിക്ക് തന്നെയാണ് അവകാശം, അതിന്റെ പ്രൂഫ് കൊടുത്ത് നമുക്ക് പ്രൂഫ് ചെയ്താൽ മതി. പക്ഷേ ഈ പറഞ്ഞ നോമിനി ഇല്ലാത്ത കേസാകുമ്പോൾ 50,000 വരെയാണെങ്കിൽ ഇത് ഓരോ ബാങ്കിനും കേട്ടോ, ഓരോ ഈ തുക ചില ബാങ്ക് 50,000 അല്ല വേറൊരു തുകയായിരിക്കും ഫിക്സ് ചെയ്യുന്നത്, മറ്റു ചില ബാങ്ക് വേറൊരു തുകയായിരിക്കും. അതൊക്കെ ഓരോ ബാങ്കിന്റെ അനുസരിച്ച് വ്യത്യാസം വരാം. ഞാൻ ഒരു ലെവലിലുള്ള ഒരു തുക എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഒരു ആപ്ലിക്കേഷൻ ഫോർ ക്ലെയിം സെറ്റിൽമെന്റ് ഉണ്ട്, ഡെത്ത് സർട്ടിഫിക്കറ്റ് അത് മസ്റ്റാണ് എല്ലാത്തിനും. പിന്നെ ക്ലെയിമന്റിന്റെ KYC ഡോക്യുമെന്റ് വേണം, ഒറിജിനൽ പാസ്ബുക്ക്, ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, അതുപോലെ തന്നെ ചെക്ക് ലൂഫ്, ലോക്കർ കീ, ഒറിജിനൽ മറ്റേ സേഫ് കസ്റ്റഡി ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, പിന്നെ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ഫ്രം എ കോമ്പിറ്റന്റ് അതോറിറ്റി. മനസ്സിലായി സാറേ? ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ഫ്രം എ കോമ്പിറ്റന്റ് അതോറിറ്റി വേണം. അത് വേണം. പിന്നെ ലെറ്റർ ഓഫ് ഇൻഡംനിറ്റി ബൈ ഓൾ ക്ലെയിമൻസ്. അത് പ്രത്യേകിച്ച് കൂടുതൽ വരുന്നത് മൈനർ ആരെങ്കിലും ക്ലെയിമന്റ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒരു ഇൻഡംനിറ്റി എടുക്കേണ്ടി വരും. പിന്നെ ഈ തുക കിട്ടിയെന്നുള്ളതിൻ്റെ ഒരു റെസിപ്റ്റ്. ഇത്രയും സാധനങ്ങൾ കൊടുത്താലേ ഉള്ളൂ ഈ ക്ലെയിം ഇത് പറ്റും. ലീഗൽ ഹെയർ കോമ്പിറ്റന്റ് അതോറിറ്റി. പിന്നെ ചില ബാങ്കുകൾ ഈ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ഫ്രം കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് പകരം ചെറിയ തുകകളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വെൽ നോൺ ആയിട്ടുള്ള നല്ല നോൺ ടു പേഴ്സൺ ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ അവരൊരു സർട്ടിഫിക്കറ്റ് കൊടുത്താലും അംഗീകരിക്കുന്ന ബാങ്കുകൾ ഉണ്ട്. അത് ചെറിയ തുകയ്ക്ക് മാത്രമേ ഉള്ളൂ. വലിയ തുകയ്ക്ക് സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ഫ്രം ദ കോമ്പിറ്റന്റ് അതോറിറ്റി കാണിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, അതാണ് എബവ് 50,000. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ഫോർ ക്ലെയിം സെറ്റിൽമെന്റ് വരും, ഒരു ഫാമിലി ഡിക്ലറേഷൻ, വീട്ടിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ഇവർ തന്നെ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം, ഫാമിലി ഡിക്ലറേഷൻ കൊടുക്കണം. അതുപ്രകാരമാണ് ക്ലെയിമിനെ ഡിസൈഡ് ചെയ്യുന്നത്. അതുപ്രകാരം അവരുടെ എല്ലാ ക്ലെയിമന്റിൻ്റെയും ഇത് വേണം, KYC ഡോക്യുമെന്റ് കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പാസ്ബുക്ക്, ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, ഈ സാധനങ്ങളെല്ലാം കൊടുക്കണം. ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ഫ്രം കോമ്പിറ്റന്റ് അതോറിറ്റി കൊടുക്കണം. പിന്നെ ഒരു അഫിഡവിറ്റ് കൊടുക്കണം. അഫിഡവിറ്റ് അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ ഈ വെൽ നോൺ പേഴ്സൺ അല്ല ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു അഫിഡവിറ്റ് കൊടുക്കണം. പിന്നെ വലിയ തുകയാണെങ്കിൽ ഒരു ജാമ്യം പോലെ ഷുവർട്ടി നിൽക്കേണ്ട കേസും വരും. ആ ഷുവർട്ടി ഇതുപോലെ തന്നെ വർത്തിയായിട്ടുള്ള ഒരാൾ ജാമ്യം പോലെ നിൽക്കേണ്ട കേസുകളും വരും. അതൊക്കെ വലിയ തുക വരുന്ന കേസുകളാണ്. അങ്ങനെയുള്ള കേസുകൾക്ക് ഇങ്ങനെയുള്ള ജാമ്യക്കാരൻ നിൽക്കേണ്ട ഒരു അവസ്ഥ വരെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം ഇതിന് നിർബന്ധമായിട്ട് നോമിനി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ കോമ്പിനേഷൻ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള പ്രൊസീജിയർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നടപടികൾ നമ്മൾ നേരിടേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് ഒഴിവാക്കാനായിട്ടുള്ള ഇതുണ്ട്. അതിനെ നമ്മൾ എപ്പോഴും നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നോമിനി എന്നുള്ള ഒരു സംഗതിയുണ്ട്, അത് നമ്മൾ നിർബന്ധമായിട്ട് എടുക്കണം. പിന്നെ അൻസാരി സാറ് മുമ്പ് പറഞ്ഞ കാര്യമുണ്ട്, ഈ ഗോൾഡ് ലോൺ വെച്ച കാര്യം ഞാൻ പറഞ്ഞു. ഈ ഗോൾഡ് ലോൺ വെച്ച് കഴിഞ്ഞാൽ അത് വിത്തൗട്ട് നോമിനേഷൻ എന്ന് പറഞ്ഞ ക്ലോസാണ്. ആ ക്ലോസ് പ്രകാരമുള്ള ഈ പേപ്പറുകളെല്ലാം നമ്മൾ കണ്ട പേപ്പറുകളുണ്ട്, അതെല്ലാം കൊടുക്കേണ്ടി വരും. അത് കൊടുത്താലേ ഉള്ളൂ. അത് ആ ഗോൾഡ് ലോണിനുള്ള ഗോൾഡിന്റെ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉള്ള നടപടികൾ കൂടുതൽ എടുക്കേണ്ടി വരും. ചെറിയ തുകയ്ക്കുള്ളൊരു ഗോൾഡ് ലോൺ ആണെങ്കിൽ ആ ചെറിയ തുകയുടെ ഉള്ള മാതിരി നടപടിക്ക് വരാം. വലിയ തുകയുടെ ഉള്ള ഗോൾഡ് ആണെങ്കിൽ അതിന് വലിയ ഡെപ്പോസിറ്റിന്റെ ആ നടപടികൾ എല്ലാം. അപ്പം ആ വ്യക്തിക്കായിരിക്കും ഈ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുന്നത്. അത് കൊടുക്കണമെങ്കിൽ ഗോൾഡ് ലോണിന്റെ ബാധ്യത മുഴുവൻ തീർക്കുമ്പോഴാണ് കൊടുക്കുന്നത്. പറഞ്ഞോ ഗോൾഡ് ലോണിന്റെ ഇതില് ആപ്ലിക്കേഷനിൽ നോമിനേഷൻ വെള്ളിയാഴ്ചയായിട്ട് എന്താണ് പരിപാടി? ഇല്ല സാറേ, ഗോൾഡ് ലോൺ അങ്ങനെ നോമിനേഷന്റെ പ്രൊവിഷൻ ഇല്ല. വെച്ചിരുന്നതാണ് നേരത്തെ നമ്മുടെ ആള് എനിക്ക് അയച്ചിരുന്നതാണ്. അപ്പൊ ഞാൻ നേരെ ജോയിൻ ചെയ്ത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് സാർ. ഓക്കെ, അപ്പം സാറേ അതാണ്
ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അതിൻ്റെ ഇത്. ഈ പ്രൊവിഷൻ പ്രകാരം ഉള്ള വെക്കണം. അതിന് നോമിനേഷൻ യാതൊരു പ്രൊവിഷനും ഇല്ല സാർ. അത് വന്നാൽ ഈ നടപടി നേരിട്ടേ മതിയാവും. ആ നടപടി നേരിട്ടുകൊണ്ട് ആ ക്ലെയിം സെറ്റിൽ ചെയ്ത് നമ്മൾ, അല്ലെങ്കിൽ ആ ഗോൾഡ് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ അതിന് ഇട കൊടുക്കാതെ അതിനെ സെറ്റിൽ ചെയ്തുകൊണ്ട് ആ ക്ലെയിം തീർക്കാനായിട്ട് നമ്മൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ പ്രോഗ്രാമിനുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പം സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നോമിനി സാറേ പറഞ്ഞു. നോമിനി സാറ് പറഞ്ഞല്ലോ ക്ലാസ് 1 ആണെങ്കിൽ ഇത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കുമോ? അത് ഈക്വലാ സാർ. ഈ പറഞ്ഞ ഈ ക്ലാസ് 1-ലുള്ള അല്ലെങ്കിൽ ക്ലാസ് 2-ലുള്ള എല്ലാവർക്കും കിട്ടും അല്ലേ? എല്ലാവരും ഈക്വൽ, അവരെല്ലാം കൂടണം സാർ. എല്ലാവരും കൂടെ കൂടി ഇതിന്റെ പേപ്പറിൽ ഒപ്പിടണം ക്ലെയിം ആയിട്ട്. ഓക്കെ ശരി. അവർക്ക് എല്ലാവർക്കും ഈക്വൽ റൈറ്റാ. എല്ലാരും കൂടി ഒന്നിച്ച് കാശ് കൊടുത്ത് പിന്നെ അവർക്ക് പങ്കിട്ടെടുക്കാം, അതോ ഓരോരുത്തരുടെയും ഡിവൈഡ് ചെയ്താന്നോ? അത് സാധാരണ ബാങ്കുകൾ അത് പ്രൊസീജിയർ എളുപ്പമായിട്ട് ചെയ്യുന്നത് ഇവരുടെ എല്ലാവരോടും കൂടി ഒരു ഓതറൈസേഷൻ എടുക്കും, ആരെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഓതറൈസേഷൻ ലെറ്ററിൽ ഒരാളുടെ പേര് വെക്കുകയും ഇവരെല്ലാം ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പേര് വെച്ച വ്യക്തിക്ക് ഇത് കൊടുക്കും. ബാങ്ക് അയാളുടെ കൈ കൊടുക്കും. പിന്നെ അവർ തമ്മിൽ എങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ള അവരുടെ വിഷയം. ബാങ്കിന്റെ ഇത് കഴിഞ്ഞു. ഓക്കെ. ബാങ്കുകൾ ഏറ്റവും എളുപ്പമായിട്ട് എടുക്കുന്നതും മിക്കവാറും എല്ലാ ബാങ്കുകളും ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഇനി ഈ ഓതറേഷൻ കൊടുക്കാൻ അവർ തയ്യാറല്ലെങ്കിൽ അവരെല്ലാം കൂടെ വരണം, എല്ലാവരും കൂടെ ഒപ്പിട്ട് എല്ലാവർക്കും കൂടെയും കൊടുക്കും. കാരണം ഞങ്ങളുടെ ഇതനുസരിച്ച് പെൺകുട്ടികൾക്ക് പകുതിയേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഷെയറിന് വരുമ്പോഴത്തേക്ക് സാറ് പറഞ്ഞത് അതാത് റിലീജിയന്റെ അനുസരിച്ചെന്നല്ലേ പറയുന്നത്? എല്ലാവർക്കും പറയാം. അതൊന്നും ഇവിടെ ബാധകമല്ല. ഇവിടെ ഇതും പ്രകാരം അവർ കൊടുക്കുന്ന ഈക്വൽ റൈറ്റാ. ക്ലാസ് 1 ഇതിനുള്ളവർക്ക് എല്ലാം ലീഗൽ ഈക്വലാ. ശരി, ഈക്വലായിട്ടാ. ക്ലാസ് 1കാരെല്ലാം ഈക്വലാ. ക്ലാസ് 1 ആരും ഇല്ലെങ്കിൽ മാത്രമേ ക്ലാസ് 2ലേക്ക് പോവുകയും ചെയ്യൂ. ഓക്കെ. അവിടെയും ക്ലാസ് 2-ലും ഈക്വൽ അല്ലേ? എല്ലാവരും അവകാശം ക്ലാസ് 2-ലും ഈക്വലാ സാർ. അവരും ഈക്വലാ. ഓക്കെ. അപ്പൊ നമ്മൾ എടുത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ സമ്മറി ഒന്നുകൂടെ നോക്കാം. സാറേ അപ്പോഴേ മരിച്ചുപോയ ഒരാൾക്ക് 4 കുട്ടികളുണ്ട്, വേറെ മരിക്കാത്ത ഒരാൾക്ക് 1 ഷെയറും മറ്റവർക്ക് 4 ഷെയറും കിട്ടത്തില്ലേ? ഒന്നുകൂടെ പറഞ്ഞ സാറ്. രണ്ട് ബ്രദേഴ്സ് ഉണ്ടെന്ന് വെച്ചോളൂ. 2 ബ്രദേഴ്സിൽ ഒരാളിന്റെ മരിച്ചുപോയി, ഒരാള് മരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് 2 കുട്ടിയും ഒരാൾക്ക് 4 കുട്ടിയും ഉണ്ടെങ്കിൽ പിന്നെ ഷെയർ 4ഉം 2ഉം ആയിട്ടേ കൊടുക്കത്തുള്ളൂ. അങ്ങനെയല്ല. ആ ബ്രദർമാർക്കുള്ള ഈക്വലാ. അല്ല, പിന്നെ സെക്കൻഡിലേക്ക് വരികയാണെങ്കിൽ സെക്കൻഡിലേക്ക് വന്നോട്ടെ സാറേ. സെക്കൻഡിലേക്ക് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ബ്രദേഴ്സ് ഉണ്ട്. അതിൽ 2 ബ്രദേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. അതിൽ ഒരു ബ്രദർ മരിച്ചുപോയി. 4-5 പിള്ളേരുണ്ടെന്ന് വിചാരിച്ചു. അവർക്ക് എല്ലാവർക്കും കൂടി ഈ ഒരു ബ്രദറിന്റെ ഷെയറേ കിട്ടുള്ളൂ. ഒരു ഷെയറേ ഉള്ളൂ. ആ ഷെയർ അവരെല്ലാം കൂടെ വീതിച്ചെടുക്കണം. ജീവിച്ചിരിക്കുന്ന ബ്രദറിന്റെ വീതമല്ലേ ആ ബ്രദറിന്റെ മക്കൾക്ക് കിട്ടുള്ളൂ? അതത്രേ കിട്ടുള്ളൂ. അത് ഈക്വലായിട്ട് ബാധിക്കും അല്ലേ? ഈ മരിച്ചുപോയ ബ്രദറിനും അവര് മറ്റവരുടെ എല്ലാം ഒപ്പം ഒരു ഷെയർ കിട്ടുകയല്ല. ആ ഒരു മരിച്ച ബ്രദർ ജീവിച്ചിരിക്കുവായിരുന്നു, അയാൾക്ക് എത്ര കിട്ടുമോ അത്രേ കിട്ടൂ. മരിച്ച് 2 പേരും മരിച്ചു പോയെന്ന് വെച്ചോ. ഒരാൾക്ക് 2 മക്കളും ഒരാൾക്ക് 4 മക്കളും ആണെങ്കിൽ സെക്കൻഡ് ജനറേഷനിൽ ഒരാൾക്ക് 4 മക്കൾക്കും കിട്ടും, മറ്റേ 2 മക്കൾക്കും കിട്ടും. അതോ അതങ്ങനെയല്ല. 2 ബ്രദേഴ്സ് മരിച്ചു പോയ പിന്നെ എല്ലാ മക്കൾക്കും ഈക്വൽ ആകും. അപ്പൊ 6 പേർക്കും കിട്ടും ഒരുപോലെ. 6 പേർക്കും ഒരുപോലെ കിട്ടും, എല്ലാരും മരിച്ചു പോയെങ്കിൽ. അങ്ങനെയൊക്കെ അത് വരുന്നു. ഓക്കെ സാർ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ പറയാനുള്ളത്. നമ്മൾ പറഞ്ഞത് ഇതിനെപ്പറ്റി എല്ലാം പറഞ്ഞു. ഡെപ്പോസിറ്റ് ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ഡെത്ത് ക്ലെയിം, നോമിനി ഉള്ളെങ്കിൽ ഉള്ളത് നോക്കി, നോമിനി ഇല്ലാത്തത് നോക്കി. അതുപോലെ തന്നെ ബില്ലുള്ളത് നോക്കി, ബില്ലില്ലാത്തത് നോക്കി.
ഇതില് വെൽത്ത് ടാക്സിന്റെ പിന്നെ പിടിക്കുമോ? ഇതിന് ഒരു ടാക്സും വരില്ല. ഇത് ഡെത്ത് ക്ലെയിം അല്ലേ. ഡെത്ത് ക്ലെയിം അല്ല. ഇതിലിപ്പം ഇപ്പം ഒരാൾക്ക് ഒത്തിരി 2 കോടി കിടപ്പുണ്ടായിരുന്നു ഡിപ്പോസിറ്റ്. അത് ഇതുപോലെ എല്ലാരും കൂടെ ക്ലെയിം ചെയ്യാൻ വരുമ്പോഴത്തേക്ക് വെൽത്ത് ടാക്സ് പിടിക്കുമോ? ബാങ്കുകൾ അങ്ങനെ വെൽത്ത് ടാക്സിനെ ഇതിനെ പറ്റി ക്ലെയിമിൽ അങ്ങനെ ബോധർ ചെയ്ത് കണ്ടിട്ടില്ല സാർ. അങ്ങനെയുള്ള ഒരു കാര്യം. വെൽത്ത് ടാക്സ് നോക്കേണ്ടത് ബാങ്കിന്റെ ഇതല്ല. ബാങ്കിനെ സംബന്ധിച്ച് TDS അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ മാത്രമേ നോക്കേണ്ടൂ. അത് ഇൻകം ടാക്സുകാർ നേരിട്ട് നോക്കിക്കോളൂ. ഓക്കെ. ഇതുവരെ നമ്മൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് എനിക്ക് അല്ല, അങ്ങനെയാണെങ്കിൽ അവൻ വെൽത്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തങ്ങ് പോവാണെങ്കിൽ വെൽത്ത് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആവും. അല്ലെങ്കിൽ ഒരാളിന്റെ ആണെങ്കിൽ വരും. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ നമുക്കൊന്നും ഇല്ല. എന്തായാലും ഫോർ ജനറൽ ഇൻഫർമേഷൻ സേക്കാണ് ഞാൻ ചോദിക്കുന്നത്. വെൽത്ത് ടാക്സ് കാര്യങ്ങൾ ബാങ്ക് ഇതാകുന്നില്ല, ബാങ്കുകളുടെ ഇതിനകത്ത് വരുന്നില്ല. അവർക്ക് അവരെ സംബന്ധിച്ച് ഇൻകം ടാക്സിന് ഇത് മാത്രമേ കാര്യമായിട്ട് വരും. Okay. I am asking all these questions for Vincent sir. Okay, sir. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള മറ്റു കാര്യങ്ങളെല്ലാം പറയാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രോഗ്രാം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നിന്നുള്ള ഫീഡ്ബാക്ക് അല്ലെ അഡീഷൻ എല്ലാം കേൾക്കാൻ സന്തോഷം. ഓക്കെ, താങ്ക് യു തോമസ് സാർ. വളരെ സന്തോഷം. ഡെത്ത് ക്ലെയിമിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ അൻസാർ സാറിന്റെ ചോദ്യങ്ങളിലൂടെ അത് കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി വന്നു എന്നുള്ളതും ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതെന്തായാലും ആദ്യം തൊട്ട് തുടങ്ങി ചാവുന്നിടം വരെയുള്ള സംഗതികൾ ഒപ്പിച്ചു. ആദ്യം കടം വായിക്കാൻ പഠിപ്പിച്ചു, പിന്നെ കടം വീട്ടണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചു. അത് കഴിച്ചിട്ട് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞു, ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഭരിക്കാനും പറഞ്ഞു. ഓക്കെ, താങ്ക് യു സാർ. നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു സാറ്. കാരണം എന്താന്ന് പറഞ്ഞാൽ പലതും ഇങ്ങനെ ക്ലാരിഫിക്കേഷൻ, ഇത് പലതും എനിക്ക് അഫക്റ്റ് അല്ല, പക്ഷെ എന്നാലും ഒരു ജനറൽ ആയിട്ട് നമ്മൾ എല്ലാത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. അപ്പൊ അറിയാവുന്നവരെടുത്തല്ലേ ചോദിക്കാനൊക്കെ. അവിടെ പോയി ബാങ്കിൽ ഇതൊക്കെ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന അവര് പറയും സാറിന് വേറെ പണിയൊന്നുമില്ല പോകണം സാറേ എന്ന് പറയും. അപ്പൊ ഇപ്പം പിന്നെ ഇങ്ങനെയുള്ള സാറിനെ കിട്ടിയത് കൊണ്ട് വളരെ സന്തോഷം. പിന്നെ വളരെ ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് വരണം കേട്ടോ. അല്ലെ സാറേ, അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയ ബാങ്കിങ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ബാങ്കിങ് കാര്യങ്ങളെ പറ്റി കാര്യമായി അവെയർ അല്ല. അവരെല്ലാം ഭൂരിപക്ഷവും എഞ്ചിനീയറിംഗ്. സത്യമായി എനിക്കറിയാവുന്നതിന്റെ അത്രയും അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോഴവൻ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒന്ന് പറയുന്നല്ലോ ഒരെണ്ണം അങ്ങനെ ഉണ്ടോ എന്ന്. ഞാൻ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിരിക്കുക. അപ്പൊ ഏതാണ്ടൊന്നു ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല സാറേ, ഇത് ഇങ്ങനെയാണ് നിയമം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴ് മാറിയിട്ടുണ്ടോ എന്നൊന്ന് സാറ് ചെക്ക് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെയാണോ, അങ്ങനെ ഒരു നിയമം ഉണ്ടോന്ന് വിളിച്ചു പറഞ്ഞപ്പോ അവിടുന്ന് കറക്റ്റാ, ഞാൻ പറഞ്ഞത് കറക്റ്റാ. അതിപ്പം അവരുടെ കുഴപ്പമില്ല സാറേ, അവരുടെ സാഹചര്യം അതാണ്. അവർ ഈ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവർ അത്ര ഇതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് അവർ പഠിച്ച ഇതിൽ അവർക്ക് നല്ല ജോലി കിട്ടിയില്ല. പിന്നെ കിട്ടാൻ എളുപ്പമുള്ള ജോലി ബാങ്കാണ്. അതിൽ അവർ വന്നു. അവരിനി ഇത് പഠിച്ചു വരണമെങ്കിൽ കുറെ കൊല്ലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വരും. അതുവരെ അവർ കുറെ കൊല്ലം കൊണ്ട് പ്രാക്ടീസിൽ അവർ പഠിക്കും, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. കാരണം ആ ഏരിയ കൈകാര്യം ചെയ്യാൻ കിട്ടിയാലേ പഠിക്കൂ, അല്ലെങ്കിൽ മെനക്കെട്ട് പഠിക്കൂല സാർ. മെനക്കെട്ട് പഠിക്കാൻ താല്പര്യമുള്ളവര് മെനക്കെട്ട് അപ്പോഴത്തെ കാര്യം നടക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അത് പഠിക്കുകയല്ല, അവര് കൈകാര്യം ചെയ്യുന്നത് മാത്രം അവർക്കറിയാം. അറിയാം, അതാണ് അതിലത്തെ കാര്യം. പണ്ട് ബാങ്കിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. ഓരോ ക്വാർട്ടറിൽ സെക്ഷൻ ചേഞ്ച് നടക്കുമായിരുന്നു. എല്ലാവർക്കും എല്ലാത്തിനെ പറ്റി അവരറിയും. ഇപ്പൊ അങ്ങനെയുള്ള കാര്യം പോലും പലയിടത്തും നടക്കുന്നു. അതാണ് പോകുന്നത്. അപ്പൊ പിന്നെ എല്ലാവർക്കും എല്ലാ കാര്യം അറിയാനേ സാധ്യത തന്നെ വളരെ കുറയുക. ഒരു സംശയം ചോദിച്ചോട്ടെ. സംശയം ക്ലാരിഫിക്കേഷൻ. ഇൻഷുറൻസ് ക്ലെയിം does not have any kind of relation with the claim for the balance deposit of the deceased. രണ്ടല്ലേ? അത് രണ്ടും സാറേ. ഞാൻ അതിനകത്ത് വെറുതെ ഇതിനു വേണ്ടി ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞ 6 മാസം വരെയേ ഉള്ളൂ. ഈ പറഞ്ഞ ഒരാൾ മരിച്ചുപോയ കേസാണ്. ആ ഡെപ്പോസിറ്റിന് ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഇൻഷുറൻസ് കവറേജ് 6 മാസത്തേക്ക് ഉള്ളൂ. 6 മാസത്തേക്ക്.
6 മാസത്തേക്കുണ്ട്. 6 മാസം കഴിഞ്ഞും ഇത് ക്ലെയിം സെറ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിനില്ല. അതത്രേ ഞാൻ ഉദ്ദേശിച്ചു. ഓക്കെ, Thank you. അത് ബാങ്ക് പൊളിഞ്ഞു പോകുമ്പോഴാണല്ലോ ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നത്. അതെ. അങ്ങനെ ഒരു സാഹചര്യം വന്ന് ഈ 6 മാസം കഴിഞ്ഞു പോയ ഡെപ്പോസിറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അവന് ക്ലെയിം കിട്ടുക. അപ്പൊ ഈ ഡെത്ത് ക്ലെയിം ഇൻഷുറൻസുമായിട്ട് ബന്ധമില്ല? ഒരു ബന്ധവുമില്ല. അത് ബാങ്കിന്റെ ബാങ്ക്രപ്സി കൊണ്ട് വരുന്നതാണ്. ബാങ്ക് നശിച്ചു കൊണ്ട് കൊടുക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ. അത് ഇതുമായിട്ട് ഒരു ബന്ധവും. അതും പക്ഷെ ഇതുമായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ബന്ധം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ഒരു ക്ലോസ് ഇതിനകത്ത് ചേർത്തത് മാത്രം. താങ്ക് യു. ചുരുക്കം പറഞ്ഞാൽ പണക്കാർ സൂക്ഷിക്കുക. പണം ഉണ്ടെങ്കിലല്ലേ ഇതിന് ആവശ്യങ്ങളെ പറ്റി കൂടുതൽ ഇത് വരുന്നുള്ളൂ. വേറെ എന്തെങ്കിലും സാറേ ഉണ്ടോ റോയ് സാറേ? സാറേ ഏതായാലും ഉണ്ടല്ലോ, ഈ വക കാര്യങ്ങളിലൊക്കെ ഒരു ധൈര്യമായി. ആരെന്നാ പറഞ്ഞാൽ ഈ വക കാര്യങ്ങൾ അറിയാൻ നമുക്ക് ചില സോഴ്സ് ഉണ്ട് എന്ന ഒരു ധൈര്യം. ഇതൊന്നും ഏത് വന്നാലും നമുക്ക് നേരിടാം, അതിനുള്ള ആള് നമ്മുടെ കയ്യിലുണ്ടെന്നുള്ള ഒരു ധൈര്യം വന്നിട്ടുണ്ട് ഇപ്പോ. ഏത് കാര്യവും നമുക്ക് നേരിടാവുന്നേ ഉള്ളൂ സാറേ. നമുക്ക് നേരിടാൻ ഇത് നമ്മുടെ വകുപ്പല്ലല്ലോ എന്നുള്ളത് കൊണ്ടേ നമ്മൾ ചോദിച്ചോട്ടെ. ചോദിച്ചോ. ഈ ഡെത്ത് ക്ലെയിമേ പറഞ്ഞല്ലോ, സാർ ക്ലാരിഫിക്കേഷൻ തന്നു. ഡെത്ത് ക്ലെയിം 6 മാസത്തിനുള്ളിൽ ക്ലെയിം ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അത് പറഞ്ഞത് സാറേ 6 മാസത്തിനകം ക്ലെയിം ചെയ്യണമെന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ ആ ഡെപ്പോസിറ്റ് ഇൻഷുറൻസിന്റെ ഗ്യാരണ്ടി കിട്ടുകയെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അതിനു വേണ്ടി മാത്രമേ ഉള്ളൂ 6 മാസം. അല്ലാത്ത ഇത് 6 മാസം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഇല്ല. എത്ര നാൾ കഴിഞ്ഞു വേണേലും നമുക്കിത് ക്ലെയിം ചെയ്യാം. എപ്പോഴും ക്ലെയിം ചെയ്യാം. എപ്പോ വേണേലും ക്ലെയിം ചെയ്യാം. നമ്മൾ ഈ നോമിനി മരിച്ചു കഴിഞ്ഞാല് വേറൊരു നോമിനി ചേർത്തൂടെ? നോമിനി മരിച്ചു പോയി കഴിഞ്ഞാൽ എയ്തർ സെർവറിന്റെ കേസാ പറയുന്നത്. എയ്തർ ഓർ സെർവർ ജോയിന്റ് ഡെപ്പോസിറ്റ്. ഒരാൾ മരിച്ചു പോയാൽ നമുക്ക് വേറൊരാളൊക്കെ ചേർക്കണേ, നമുക്ക് ചേർക്കാം. അല്ല, അതൊരു മൈനർ ആകാവുന്ന മൈനർ ആകാവോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മൈനറെ ചേർക്കാവുന്ന മൈനറെ വെക്കാം. മൈനറെ വെച്ച് കഴിഞ്ഞാൽ വേറൊരാളെ വെക്കണം കൂടെ അത് മേടിക്കാനായിട്ട്. അയാളുടെ പ്രായപൂർത്തി ആകുന്നവരെ ആ മൈനർ മേടിക്കാൻ വേറൊരാളെ വെക്കണം. മൈനറുടെ ഗാർഡിയനെയും കൂടെ വെക്കണം. ഓ ശരി. കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നവരെ. കുട്ടിക്ക് പ്രായപൂർത്തി ആകുന്നവരെ. അതത്രേ ഉള്ളൂ. ശരി. ഇനി നോമിനി മരിച്ചു പോയാൽ നമുക്ക് വേറെ നോമിനിയും വെക്കാം. ഈ ഡെപ്പോസിറ്റ് ജീവിച്ചിട്ടുണ്ട് വേറെ നോമിനിയെ വെക്കാം. തീർച്ചയായിട്ടും ഒരു നോമിനി മരിച്ചു പോയാൽ നമ്മൾ അന്നേരം വേറൊരാളെ മാറ്റി വെക്കണം. പക്ഷെ നോമിനി മരിക്കാതെ ഒരു നോമിനിയെ നമ്മൾ കൊടുത്തു, ആ നോമിനിയെ വേറെ നമ്മൾ മാറ്റി നമ്മൾ വീണ്ടും കൊടുക്കണമെങ്കിൽ അതിനും നമുക്ക് പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ അങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് ബാങ്ക് ചാർജ് ചെയ്യും. നമ്മൾ ആ ചാർജ് കൊടുക്കാൻ തയ്യാറാണ്. അത്രേ ഉള്ളൂ. ഈ പിന്നെ ക്ലാസ് 1 ക്ലാസ് 2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ക്ലാസ് 2 കേസിൽ ഇപ്പൊ ഒരാള് മരിച്ചപ്പോ അവകാശിയായിട്ട് വേറൊരു സ്ത്രീ വരികയാണ്, രണ്ട് ഭാര്യയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വരുമ്പോ അത് ബാങ്ക് സ്ക്രൂട്ടിനി നല്ല രീതിയിലൊക്കെ അതിൽ ചെയ്യിച്ചേ കൊടുക്കുള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ ചില നിയമ നടപടികളൊക്കെ നടക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള ബാങ്കിന് അങ്ങനെ ഏതെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ട് ആരെങ്കിലും അങ്ങനെ വാങ്ങിയതായിട്ട് അങ്ങനെ എന്തെങ്കിലും? ഇതിനെല്ലാം ഈ വിറ്റ്നസ്സുകൾ വരുന്നുണ്ട് സാർ. ഇതിനകത്തെല്ലാം എല്ലാ കാര്യങ്ങൾക്കും ഈ ഫോം ഞാൻ പറഞ്ഞ ഈ ഫോമുകളിലെല്ലാം വിറ്റ്നസ് വരുന്നുണ്ട്. അത് ആ വിറ്റ്നസ്സുകളെല്ലാം ഈ പറഞ്ഞ പോലെ വലിയ ഒഫീഷ്യലോ ഒന്നും വേണമെന്നില്ല. ഈ ക്ലെയിം ആപ്ലിക്കേഷൻ ഫോമിൽ ഒരു വിറ്റ്നസ് ഉണ്ട്. അത് നമ്മൾ സാധാരണ ആരെങ്കിലും വിറ്റ്നസ് മതി. അപ്പൊ ഈ ഇങ്ങനെയുള്ള വിറ്റ്നസ് ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിലാണ് ബാങ്കുകൾ അത് എടുക്കുന്നത്. ബാങ്കുകൾക്ക് ഏതെങ്കിലും കേസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ ഇത് പ്രൂവ് ചെയ്യേണ്ടി വരും. ബാങ്കുകൾക്ക് ചോദിക്കാം, നിങ്ങൾ മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയും. അല്ലെങ്കിൽ അതിന്റെ അപ്രോപ്രിയേറ്റ് അതോറിറ്റി എന്നുള്ള സർട്ടിഫിക്കറ്റ് ചോദിക്കാം. അങ്ങനെ ചെയ്യാം ബാങ്കുകൾക്ക് ഡൗട്ട് ഉണ്ട്.
പിന്നെ ഇന്ദിര മാഡം വല്ലതും ചോദിക്കാനുണ്ടോ? വേറെ ഒരു ഹസനുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തെങ്കിലും ചോദിക്കാൻ? ഈ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു കോംപ്രമൈസിൽ വന്നില്ല എങ്കിൽ ഈ പ്രശ്നം അങ്ങനെ കിടക്കും അല്ലേ? അത് കിടക്കേ ഉള്ളൂ. ഇതിന് ഒരു ക്ലെയിമിന്റിൽ ഒരാളെങ്കിലും വരാനില്ലെങ്കിൽ അല്ല, അതല്ല, ഇപ്പൊ എനിക്ക് ഒരു ക്ലയന്റ് വന്നതാ. അപ്പോ അപ്പം മരിച്ചുപോയി, അമ്മയേ ഉള്ളൂ. അപ്പോ രണ്ട് പെൺമക്കളും ഒരാണും ഉള്ളത്. പക്ഷെ ഇവരെല്ലാവരും കൂടെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ കാര്യത്തിൽ, പല കാര്യങ്ങളിലും. അപ്പൊ അതുകൊണ്ട് ഒന്നാമത് ലാൻഡ് പ്രോപ്പർട്ടി കിടക്കുന്നതിന്റെ അവകാശം ഇവർ തമ്മിൽ കോംപ്രമൈസ് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ബാങ്കിൽ കിടക്കുന്ന കാശ് ഇങ്ങനെ കിടക്കുക, അതങ്ങനെ കിടക്കേ ഉള്ളൂ സാർ. ആരും റെഡിയല്ല. അപ്പൊ തൊമ്മൻ അഴയുമ്പോ ചാണ്ടി മുറുകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും അവരവരുടെ ക്ലെയിമിന് വേണ്ടി നിൽക്കുക. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ വേറെ പലിശയൊന്നും കിട്ടാൻ പോണില്ലല്ലോ അതിന്. പിന്നീട് സെറ്റിൽ ചെയ്യുമ്പോ ബാങ്ക് കിടക്കുന്ന കാശിന് സേവിങ്സ് ആണ്, സേവിങ്സ് ഡെപ്പോസിറ്റിന്റെ കാശ് കിട്ടും. അല്ല, സേവിങ്സ് ഡെപ്പോസിറ്റിന്റെ പലിശ കിട്ടും. അതായത് ബാങ്കിൽ കിടക്കുന്ന കാര്യത്തിലും ബാങ്കിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിലും അതിന് സേവിങ്സ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് തരുള്ളൂ. അല്ല, അവർക്കൊരു കോംപ്രമൈസ് ആവാത്തത് ഈ ലാൻഡിന്റെ കാര്യത്തിൽ ഒരു അഭിപ്രായം ഐക്യം വരാത്തത് കൊണ്ടാണ് അതിനും കോംപ്രമൈസ് ആവാത്തത്. ആയിരിക്കാം. അപ്പൊ അന്നേരം ബാങ്കിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതല്ലാതെ ഞാൻ ഇവിടെ കിടക്കുന്ന കാശ് നേരെ എല്ലാവർക്കും കൂടെ തന്നേക്കാം, അല്ലാണ്ട് ഒരു രീതിയിലും പറ്റില്ല. എല്ലാ ക്ലെയിമിന്റെ കൂടെ കൂടിയാൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ. അങ്ങനെ പലയിടത്തും പല കേസും ഉണ്ട്. പല മക്കളും അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെയാണ്. അവരാരും ഇതിന് വരാൻ മുന്നോട്ട് വരുന്നില്ല. അങ്ങനെ വരുമ്പോ ഇതിങ്ങനെ പെൻഡിങ് കിടക്കുക. ഇവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കാനും പറ്റും. അവരെല്ലാം ഈക്വൽ അവകാശികളാണ്. അവരെല്ലാം കൂടെ ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരേ ഒരു റെമഡിയാണ് നോമിനേഷൻ കൊടുക്കുക. പിന്നെ ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല. നോമിനി